ഹായ്, ഞാൻ അദീബ്. വിവോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിവോ Y35 എന്നുള്ള മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വിവോ ഇപ്പോൾ ഈ ലോഞ്ച് ചെയ്തിട്ടുള്ള Y35 എന്നുള്ള മോഡൽ ഒരു ഓഫ്ലൈൻ ബേസ്ഡ് മോഡലാണ്. നിങ്ങൾക്കിത് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ സാധിക്കില്ല. ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി സാധിക്കുക. ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. വിവോയുടെ ബ്രാൻഡിങ്ങും ബാക്ക് സൈഡിലായിട്ട് തന്നെ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടനും പവർ ബട്ടനും കൊടുത്തിട്ടുള്ളത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം കാർഡ് സ്ലോട്ട് വരുന്നത്. ഈ ഒരു ഫോണിൽ ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നത്. ഫോണിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പ്രൈമറി മൈക്രോഫോൺ, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, സ്പീക്കർ എന്നിവയാണ് വരുന്നത്. 188 ഗ്രാമാണ് ഈ ഫോണിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത്. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. 550 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇപ്പോൾ അധിക ബ്രാൻഡ്സും പഞ്ചോൾ ഡിസ്പ്ലേയിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ വിവോ ഇവിടെ LCD ഡിസ്പ്ലേ വിത്ത് നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഡൗൺഗ്രേഡ് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും. കാരണം ഇത് ഓഫ്ലൈൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഫോണാണ്. വളരെ മിനിമലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് മാത്രമേ വിവോ അവരുടെ ഓഫ്ലൈൻ മോഡൽസിൽ കൊടുക്കാറുള്ളൂ. പ്രൊസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൺ 680 പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊരു 4G പ്രൊസസ്സറാണ്. ഈ ഫോണിൽ 5G സപ്പോർട്ട് ഇല്ല. ഇതൊരു 6 നാനോമീറ്റർ പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസസ്സറാണ്. Adreno 610 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. ഈ ഒരു ഫോണിൽ അപ് ടു 8GB എക്സ്റ്റൻഡ് റാമും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരുന്നത്. ഫൺ ടച്ച് OS 12 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. 5000 mAh ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ ഡ്യുവൽ വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്ത് 5.2 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്യുവൽ വൈഫൈ ബാൻഡിൻ്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഫോൺ ടോട്ടലായിട്ട് 2 കളർ വേരിയൻറ്റിലാണ് വരുന്നത്, ബ്ലാക്ക്, ഗോൾഡ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഗോൾഡ് കളറിനേക്കാളും ബ്ലാക്ക് വേരിയൻ്റാണ് കുറച്ച് കാണാൻ ഭംഗിയുള്ളത്. ഫൈനലി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിലോട്ട് വരാം. ഈ ഫോൺ 8GB 128GB എന്നൊരു ഒറ്റ വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 18,499 രൂപയാണ്. പ്രൈസ് ഇച്ചിരി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് എനിക്കും തോന്നിയതാണ്. പക്ഷേ ഒന്നും പറയാനില്ല. ഇതൊരു ഓഫ്ലൈൻ മോഡലാണ്, ഓൺലൈൻ ഫോക്കസ്ഡ് അല്ല. നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ ഒരു ഫോൺ ചൂസ് ചെയ്യുക. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് ഹൈ ആണ്. നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക. സ്പെസിഫിക്കേഷൻസ് ഒക്കെ മാറ്റി വെക്കുക. ക്യാമറാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഓഫ്ലൈൻ മോഡൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. ഓൺലൈനിൽ നമുക്ക് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ ഓഫ്ലൈൻ മോഡൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ അകത്തായിട്ട് വരുന്ന കണ്ടൻസിനെ കുറിച്ച് പറയാം. ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട്, ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ USB Type-C കേബിൾ വരുന്നുണ്ട്, പിന്നെ സിം എജക്ടർ ടൂള്, പിന്നെ പ്രൊട്ടക്റ്റീവ് കേസ് ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ മേലെയായിട്ട് പ്രീ അപ്ഡേറ്റ് ഫിലിം പ്രൊട്ടക്ടറും നമുക്ക് ലഭിക്കുന്നുണ്ട്. 18,499 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾ ഓഫ്ലൈൻ സ്റ്റോറിൽ പോയി ഈ ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഓഫ്ലൈൻ സ്റ്റോറിൽ ഇതിൻ്റെ പ്രൈസ് അവർ കുറച്ച് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ബാങ്ക് ഓഫേഴ്സൊക്കെ ഈ ഒരു ഫോണിനുണ്ട്. ആ ഒരു ബാങ്ക് ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും യൂസ് ചെയ്ത് ഈ ഫോൺ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാവുന്ന സമയത്ത് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുള്ളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും ഫോളോ ചെയ്ത് വെക്കുക. നമ്മൾ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.